ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 ആഴ്ച കൊണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ സ്വന്തം ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ 2 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണ് നേടിയിരിക്കുന്നത്. അതിന് കാരണം ഈ അടുത്ത് ടെലഗ്രാം അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ടോൺ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ബ്ലോക്ക് ചെയിനിൽ നോട്ട് കോയിൻ എന്ന പുതിയ ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ ആൾക്കാർക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യാവുന്ന ഒരു സർവീസ് ഒരുക്കി. പക്ഷേങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് ഈ നോട്ട് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തിട്ട് ഫ്രീ ആയി ഏൺ ചെയ്തു. പിന്നീട് ഈ ഒരു നോട്ട് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ബിനാൻസ് പോലെയുള്ള വലിയ വലിയ പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നേരം ഈ നോട്ട് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ മൈൻ ചെയ്തിട്ട് ഫ്രീ ആയി ഏൺ ചെയ്ത് എല്ലാവർക്കും ചുരുങ്ങിയത് $400, $600, $1000 തുടങ്ങി ലക്ഷങ്ങൾ, കോടികൾ വരെ ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് വരുമാനമായിട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പുതിയ ക്രിപ്റ്റോ കറൻസികൾ ടെലഗ്രാമിൽ മൈൻ ചെയ്തിട്ട് ഫ്രീ ആയി ഏൺ ചെയ്യാവുന്ന സർവീസുകൾ വന്നു. എന്നാൽ ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റ്, അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാവുന്ന സർവീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ പ്രോജക്റ്റ് ഗെയിംഫൈ ആണ്. പിന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് ടെലഗ്രാമിൽ മൈൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യാം. കൂടാതെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് നല്ല വാല്യൂ ആണ് പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ കാണിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വില വരാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആവാം ഒരുപാട് കമ്മ്യൂണിറ്റി, ഒരുപാട് ആൾക്കാർ ഇവരുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ, ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ ജോയിൻ ആയിട്ട് വരുന്നത്, ഒരുപാട് ഫോളോവേഴ്സൊക്കെ കൂടി വരുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 3 ആഴ്ച കൊണ്ട് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 2 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണ് നേടിയിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ ട്വിറ്റർ, എക്സ്, ടെലഗ്രാം ചാനലിലൊക്കെ 36-37 മില്യണോളം ഫോളോവേഴ്സ് അവർക്ക് കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇനി കുറച്ച് കഴിയുമ്പം അത് പിന്നെ കൂടി വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. എന്ത് തന്നെയായാലും ക്രിപ്റ്റോ ഒരുപാട് ആൾക്കാരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണിത്. ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ ഫ്യൂച്ചറിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലെ ടെലഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ മൈനിങ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിലൊരു സ്റ്റാർട്ട് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതേപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ആവുന്നതാണ്. ശേഷം നമ്മൾ ഇവിടുന്ന് ബാക്ക് വരിക. അന്നേരം നമുക്കിവിടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ മൈനിങ് ബോട്ട് സർവീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം അതിൽ താഴെ പ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൽ സ്റ്റാർട്ട് എന്ന ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അത് അല്പം ലോഡിംഗ് ആയിട്ട് അടുത്തൊരു പേജ് ഇതേപോലെ റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ഇതിൻ്റെ ഡെമോ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. ഇതിൽ താഴെ കാണുന്ന എറോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. തുടർന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് സേവ് ദി ഹാംസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ബിക്കം എ സിഇഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് 100 ഹാംസ്റ്റർ കോയിൻ ഇവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ മൈനിങ് സർവീസ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ താഴെ 1000 ഹാംസ്റ്റർ കോയിൻ ടാപ്പ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കൈവരൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ഹാംസ്റ്ററിൻ്റെ ലോഗോയിൽ ടാപ്പ് ചെയ്യുക. ഒരു വിരൽ കൊണ്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ലോ ആവും. അതുകൊണ്ട് 2 വിരൽ കൊണ്ട് ഇതേപോലെ ടാപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഈ ഹാംസ്റ്റർ കോയിന് ഒരുപാട് കൂടുതൽ
ഫ്രീ ആയി ഏൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഹാംസ്റ്റർ കോയിന് ഇതിലും ഫാസ്റ്റായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി ഓട്ടോ ക്ലിക്കർ പോലെയുള്ള തേർഡ് പാർട്ടി ബോട്ടോ ആപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലും നമ്മളിവിടെ കണക്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ ടാപ്പ് ചെയ്ത് മൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈനിങ് സർവീസ് നമ്മുടെ ടെലഗ്രാമിൽ നിന്ന് എന്തെന്നൊക്കെയായിട്ട് പെർമനൻ്റ്ലി ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഉടായ്പ ട്രിക്കൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഹാംസ്റ്റർ കോയിൻ ഇവിടെ മുകളിൽ കൂടുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ 1000 കോയിനിൽ നിന്ന് കുറഞ്ഞിട്ട് നമുക്കത് അവിടെ വീണ്ടും കൂടുന്നത് കാണാൻ സാധിക്കും. ആ കൂടുന്നത് വീണ്ടും നമുക്ക് എന്ത് ചെയ്തേപോലെ ടാപ്പ് ചെയ്തിട്ട് ഹാംസ്റ്റർ കോയിന് ഒരുപാട് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിലിവിടെ താഴെ മൈൻ എന്ന ടാബ് ഉണ്ട്. ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ഒരുപാട് കോംബോ കാർഡ്സ് കാണാൻ പറ്റും. അതിൽ അൺലോക്ക് ആയിട്ടുള്ള കാർഡ്സ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ BTC പെയർ എന്ന അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഗോ എഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിവിടെ ക്ലെയിം ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ലെവലും കൂടും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അൺലോക്ക് ആയിട്ടുള്ള എല്ലാ കാർഡ്സും ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ലോക്കായിട്ടുള്ള കാർഡ്സ് നമുക്ക് അൺലോക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. ഇതിനായി നമ്മുടെ ഹാംസ്റ്റർ കോയിൻ ഇവിടെ ചിലവാകുകയും നമുക്കത് പല ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് കോംബോ കാർഡ്സ് നമ്മളിവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാംസ്റ്റർ കോയിന് പെർ ഹവർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വീണ്ടും ഒരുപാട് കൂടി കിട്ടും. അത് ദിവസവും ഹാംസ്റ്റർ കോയിന് പെർ ഹവർ ഫ്രീ ആയിട്ട് കൂടി കിട്ടുന്നതാണ്. ഇതിലൂടെ മാർക്കസ് എന്ന സെക്ഷനിൽ PR ആൻഡ് ടീം, ലീഗൽ, സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല സെക്ഷൻസിലായിട്ട് ഇതിൽ ഒരുപാട് കാർഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ ക്ലെയിം ചെയ്ത് എടുക്കാനും സാധിക്കും. അതിലൂടെ ഹാംസ്റ്റർ കോയിന് ദിവസവും പെർ ഹവർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൂടി കിട്ടുന്നതാണ്. അങ്ങനെ ഇതിൽ ഹാംസ്റ്റർ കോയിന് മൈൻ ചെയ്തിട്ട് ദിവസവും ഓരോ മണിക്കൂറിലും ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയി നമുക്കിവിടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിവിടെ ഹോം പേജിൽ മുകളിൽ പ്രോഫിറ്റ് പെർ ഹവർ എന്ന ഭാഗത്ത് നമുക്ക് ഓരോ മണിക്കൂറിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹാംസ്റ്റർ കോയിൻ അവിടെ കാണാം. ഈ ഹാംസ്റ്റർ കോയിനാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഹാംസ്റ്റർ കോയിൻ ഇവിടെ നന്നായിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്യുക. അടുത്ത ഇതിലിവിടെ താഴെ ഫ്രണ്ട്സ് എന്ന ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു റഫറൽ കോഡ് കോപ്പി ചെയ്യാനുള്ള ബട്ടൺ കിട്ടും. അതുപോലെ തന്നെ ഇൻവൈറ്റ് ആൻഡ് ഫ്രണ്ട്സ് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ലിങ്ക്, റഫറൽ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറ്റും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ അവർ നമ്മുടെ റഫറലിൽ ജോയിൻ ചെയ്തിട്ട് ഇത് മൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാംസ്റ്റർ കോയിന് 5000, 25,000 ഒക്കെ വെച്ച് ഫ്രീ ആയിട്ട് റഫറലിലൂടെ നമുക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെ ഹാംസ്റ്റർ കോയിൻ നമുക്കിവിടെ ഏൺ ചെയ്യാം. അതോടൊപ്പം ഇതിലിവിടെ താഴെ ഏൺ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതിലൂടെ ഒരുപാട് ടാസ്ക് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഹാംസ്റ്റർ യൂട്യൂബ് എന്ന ഭാഗത്ത് 2 യൂട്യൂബ് ടാസ്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ യൂട്യൂബ് ടാസ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് വാച്ച് വീഡിയോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാംസ്റ്ററിൻ്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണാം. ഈ നമ്മളെന്ത് ചെയ്യുക, ഈ യൂട്യൂബിൽ അവരുടെ വീഡിയോ കാണുക. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളിവിടെ ബാക്ക് വരുമ്പോൾ നമുക്ക് 1,00,000 ഹാംസ്റ്റർ കോയിൻ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കുക. പക്ഷേങ്കിൽ അത് 1 മണിക്കൂർ ടൈം എടുക്കും. അത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഇതിൽ അതിൻ്റെ അടിയിൽ രണ്ടാമത്തെ യൂട്യൂബ് ടാസ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് വാച്ച് വീഡിയോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അതിനുശേഷം ബാക്ക് വരിക. എന്നിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്യണം. അതിനായിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ടൈം എടുക്കും. ആ ടൈമിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് 1,00,000 ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 2 യൂട്യൂബ് ടാസ്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് 2,00,000 ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലെയിമായി കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ ഡെയിലി ടാസ്ക്സ് എന്ന ഭാഗത്ത് ഡെയിലി റിവാർഡ്സ് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് ഡേ സെലക്ട് ചെയ്തിട്ട് താഴെ ക്ലെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 ഹാംസ്റ്റർ കോയിന് നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കിട്ടും. ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നതോറും കൂടി കിട്ടുന്നതാണ്. അടുത്ത ഇതിലൂടെ ടാസ്ക് ലിസ്റ്റ് എന്ന ഭാഗത്ത് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ബാക്ക് വന്ന് ചെക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 5000 ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് നമുക്കിവിടെ കിട്ടും. അതുപോലെ ഇവിടെ ഫോളോവർ ഓർ എക്സ് അക്കൗണ്ട്, അതായത് ട്വിറ്റർ അക്കൗണ്ട്, അതിൽ ഇവിടെ ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ട്വിറ്റർ അക്കൗണ്ട് നമുക്കിവിടെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് ബാക്ക് വരിക. അതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 5000 ഹാംസ്റ്റർ കോയിൻ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഏതെങ്കിലും എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ബാക്ക് വരിക. എന്നിട്ട് നമുക്കിവിടെ വരുന്ന ഭാഗത്ത് ഗുഡ് ലക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ ടാസ്ക് ലിസ്റ്റിൽ താഴെ ഇൻവൈറ്റ് 3 ഫ്രണ്ട്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് ചെക്ക് ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ 3 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ ചൂസ് യുവർ എക്സ്ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ചെക്ക് ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും 5000 പോയിന്റ്സ് നമുക്ക് കിട്ടും. അത് ക്ലെയിം ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുക. പിന്നെ യൂട്യൂബ് വീഡിയോ ടാസ്ക് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ താഴെ ചെക്ക് ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഇവിടെ 1,00,000 വെച്ചിട്ട് ടോട്ടൽ 2 ടാസ്കിൻ്റെയും 2,00,000 ഹാംസ്റ്റർ കോയിൻ ഫ്രീ ആയിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കിട്ടുന്നതുമാണ്. ഇത് കഴിഞ്ഞാൽ അതിനിപ്പുറം താഴെ
എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം കാണാം. അതിൽ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ താഴെ കണക്ട് വാലറ്റ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം വാലറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റ് മൈനിങ്ങുമായിട്ട് കണക്ട് ആവുന്നതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ ഈ ഹാംസ്റ്റർ കോയിൻ നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഹാംസ്റ്ററിൻ്റെ ലോഗോ എലിയുടെ ഒരു ഐക്കണാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ ഹാംസ്റ്റർ കോയിന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് ആയിട്ട് ഏൺ ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ബൂസ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന പേജിൽ ബൂസ്റ്റേഴ്സ് എന്ന ഭാഗത്ത് മൾട്ടി ടാപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പിൽ താഴെ ഗോ ഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിന്ന് കുറച്ച് ഹാംസ്റ്റർ കോയിനോട് ഫീ ആയിട്ട് ചിലവാകും. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടാപ്പ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാംസ്റ്റർ കോയിന് ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കൂടുതലായിട്ട് ഹാംസ്റ്റർ കോയിന് ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ എനർജി ലിമിറ്റ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പിൽ താഴെ ഗോ ഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഹാംസ്റ്റർ കോയിന് ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടുകയും ചെയ്യും. അതിലൂടെ ടാപ്പ് ചെയ്യുന്ന കോയിൻസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇതിന് മുകളിൽ ഫ്രീ ഡെയിലി ബൂസ്റ്റേഴ്സ് എന്ന ഭാഗത്ത് ഫുൾ എനർജി എന്ന ബട്ടൺ ഉണ്ട്. അവിടെ നമുക്കിവിടെ താഴെ സാധാരണ ഡെയിലി മൈൻ ചെയ്യുന്ന കോയിൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് അവിടെ ഫുൾ എനർജി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന പോപ്പിൽ താഴെ ഗോ ഹെഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി മൈൻ ചെയ്യാവുന്ന കോയിൻസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് പിന്നീട് കൂടി കിട്ടുകയും ചെയ്യും. നമ്മൾ ഇവിടെ ബൂസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വരുന്നപ്പോൾ അത് നമുക്ക് മറ്റുള്ള എല്ലാ ബട്ടൺ ഓപ്ഷൻസും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. കൂടാതെ ഇതിലൂടെ ഏൺ പെർ ടാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. അത് 3 തവണ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഡെയിലി സിപ്പർ ടാസ്ക് ചെയ്യാനുള്ള ഇതേപോലെ ഹാംസ്റ്റർ കോയിൻ്റെ ലോഗോ കളറൊക്കെ മാറിയിട്ട് ഇതേപോലെ വരും. ഇവിടെ ഡെയിലി സിപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മില്യൺ ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് കിട്ടും. അതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി സിപ്പർ കോഡ് വരുന്നുണ്ട്. ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ഡെയിലി വരുന്ന സിപ്പർ കോഡ് നമ്മളിവിടെ നോക്കിയിട്ട് ഡെയിലി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇന്ന് വന്നിട്ടുള്ളത് NFT എന്ന് പറയുന്ന സിപ്പർ കോഡാണ്. അപ്പോൾ N എന്ന കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ -. എന്ന കോഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സ്ക്രീനിൻ്റെ സൈഡിലേക്ക് ലോങ് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അത് ഇവിടെ സ്ക്രീനിൻ്റെ സൈഡിലേക്ക് ഒരു ഡോട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു കോഡിൽ N ഇവിടെ വന്നു. ഇതേപോലെ Fൻ്റെയും Tൻ്റെയും കോഡ് നോക്കിയിട്ട് അത് ഇതേപോലെ ഇവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ചിപ്പർ വന്നിട്ട് ഇങ്ങനെ വരും. ഇതിൽ താഴെ ടേക്ക് ദ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ ഹാംസ്റ്റർ കോയിൻ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കണ്ടോ, ഇവിടെ മുകളിൽ ഹാംസ്റ്റർ കോയിൻ 1 മില്യൺ ഫ്രീ ആയിട്ട് വന്ന് കാണാം. അതുപോലെ തന്നെ മുകളിൽ കോയിൻസ് ടു ലെവൽ അപ്പ് എന്ന ഭാഗത്ത് ടോട്ടൽ 2 മില്യൺ ഹാംസ്റ്റർ കോയിൻ ഇവിടെ ഫ്രീ ആയിട്ട് ഏൺ ചെയ്ത് കിട്ടിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഉണ്ടായ 4ാമത്തെ ലെവലിൽ നിന്ന് ഇപ്പോൾ 5ാമത്തെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുമുണ്ട്. അതുപോലെ മൈൻ എന്ന പേജിൽ വന്നാൽ ഇവിടെ മുകളിൽ ഡെയിലി കോംബോ എന്ന ഭാഗത്ത് 3 ക്വസ്റ്റ്യൻ ബോക്സ് കാണാം. അവിടെ നമ്മൾ ഡെയിലി കോംബോ കാർഡ് ക്ലെയിം ചെയ്യാനുണ്ട്. അത് താഴെ ക്ലെയിം ചെയ്യാനായിട്ടുണ്ടാവും. അത് ഏതൊക്കെ കാർഡ് എന്നുള്ളത് അതിൻ്റെ ഫോട്ടോസ് ടെലഗ്രാം ചാനലിൽ വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡെയിലി കോംബോ കാർഡ്സ് ഇവിടെ ക്ലെയിം ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് 5 മില്യൺ ഹാംസ്റ്റർ കോയിന് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ഏൺ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ ഹാംസ്റ്റർ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 6 കോയിൻ വെച്ചിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നേരത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാംസ്റ്റർ കോമ്പാക്ട് മൈനിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് ആവുന്ന കോയിൻസ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ ഒരു പോപ്പ് വരും. അതിൽ താങ്ക് യു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാം. അങ്ങനെ ഇതിലെ എല്ലാ ഓപ്ഷൻസ് ഫീച്ചേഴ്സ് ടാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഹാംസ്റ്റർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കോയിന് ഡെയിലി ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തിട്ട് ഫ്രീ ആയി ഏൺ ചെയ്യുക. അങ്ങനെ ഇതിൽ ഒരുപാട് ഹാംസ്റ്റർ കോയിന് നമുക്ക് ഡെയിലി മൈൻ ചെയ്തിട്ടും ടാപ്പ് ചെയ്തിട്ടും ഫ്രീ ആയി ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് മുകളിൽ ലെവൽ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഡയമണ്ട് എന്ന ലെവലാണുള്ളത്. അതിൻ്റെ മുകളിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. നമുക്ക് ലെവൽ കൂടുന്നതനുസരിച്ച് കൂടുതൽ ഹാംസ്റ്റർ കോയിൻ നമുക്കിവിടെ ഏൺ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് ഏൺ ചെയ്തിട്ട് ലെവൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ മുകളിൽ നമ്മൾ ചൂസ് ചെയ്ത എക്സ്ചേഞ്ചിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്ചേഞ്ചിൻ്റെ ലാംഗ്വേജ് മറ്റു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ മുകളിൽ 3 ഡോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീലോഡ് പേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിവിടെ മൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്റ്റക്ക് ആകുക വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റീലോഡ് പേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫ്രഷ് ആയിട്ട് റെഡി ആയിക്കോളും. പിന്നെ ഇതിൽ മറ്റു സെറ്റിംഗ്സ് ഫീച്ചറൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുക. ഈ ഹാംസ്റ്റർ കോയിൻ ക്രിപ്റ്റോ കറൻസി ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാം, എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം തുടങ്ങിയ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.